ഒരു EMI എന്ന് പറയുന്ന ട്രാപ്പിലേക്ക് തലവെച്ച് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളൊരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കണം. അപ്പോൾ ഒരു ജോലി കിട്ടിയ ഒരാൾ ഉടൻ തന്നെ ആദ്യം കാറ് വാങ്ങാനല്ല നോക്കേണ്ടത്, ഒരു 3 മാസത്തിന്റെ ഒരു എമർജൻസി ഫണ്ട് വേണം. ഈ എമർജൻസി ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കാറ് വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അപ്പോൾ കാറ് വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും EMIയിലായിരിക്കും ഭൂരിഭാഗം പേരും കാറ് വാങ്ങുന്നത്. അപ്പോൾ EMI എത്ര അടയ്ക്കാൻ പറ്റും അത് നമ്മൾ കണക്ക് കൂട്ടണം. അപ്പോൾ അതിന് നമുക്കൊരു മിനിമം സൂത്രവാക്യം എന്ന് പറയുന്നത്, നമ്മുടെ മൊത്തം കടം എന്ന് പറയുന്നത് നമ്മുടെ വരവിൻ്റെ 36% നല്ലത്. എന്ന് വെച്ചാൽ കാർ ലോൺ അടക്കം, ഇനി വല്ല പേഴ്സണൽ ലോൺ ഉണ്ടെങ്കിൽ അതടക്കം എല്ലാ ലോണും നമ്മുടെ വരുമാനത്തിൻ്റെ 36% ആകുന്നതാണ് നല്ലത്. പിന്നെയോ നമ്മൾ കാർ എടുക്കുമ്പോൾ എപ്പോഴും 24-10 എന്ന ഒരു പോളിസി പോകുന്നതാണ് എപ്പോഴും നല്ലത്. അതിൽ നമുക്ക് ആ ലാസ്റ്റ് പറയുന്ന 10 നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഞാൻ പറഞ്ഞത് ഏകദേശം 20 എന്ന് പറയുന്നത് നമ്മൾ ഏത് കാറാണോ വാങ്ങാൻ പോകുന്നത് ആ കാറിൻ്റെ 20% ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റണം. ഇപ്പോൾ അധിക പേര് എന്താ ചെയ്യുക, ഫിനാൻസ് കമ്പനികൾ 100% തരാമെന്ന് പറയും, അല്ലെങ്കിൽ 95% തരാമെന്ന് പറയും. നമ്മൾ ചെറിയ പൈസ കൊടുത്തിട്ട് വണ്ടി വാങ്ങും. പക്ഷെ അതല്ല ചെയ്യേണ്ടത്. നമ്മളൊരു ബെറ്റർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏത് കാറാണോ വാങ്ങാൻ പോകുന്നത് ആ കാറിൻ്റെ 20% പണം നമ്മുടെ കയ്യിൽ വേണം. അത് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റണം.